ഇന്നത്തെ റെസിപ്പി ട്രഡീഷണൽ അയ്യങ്കാർ സാമ്പാർ. എനിക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്, ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാതെ ഇത്ര രുചിയായിട്ട് ഉണ്ടാക്കാം. ഇഡ്ലി, ദോശ, ചോറ് ഇതിന്റെ ഒക്കെ കൂടെ ഒരുപോലെ ചേരുന്നതാണ് ഇത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു സാമ്പാറിന് വേണ്ടി ഞാനിവിടെ എടുത്ത പച്ചക്കറികൾ മുരിങ്ങക്കായ, ക്യാരറ്റ്, വഴുതനങ്ങ, തക്കാളി, വെള്ളരിക്ക, നമ്മുടെ സാധാരണ കറി വെള്ളരിക്ക, ഇത്രയും എടുത്തിട്ടുണ്ട്. ഓരോന്നും ഓരോ പിടി വെച്ച് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് അരക്കപ്പ് തോരപ്പരിപ്പും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ കുക്കറിൽ ചേർത്ത് ഒരല്പം മഞ്ഞപ്പൊടിയും ഒരിത്തിരി വെളിച്ചെണ്ണയും 3 ഇരട്ടി വെള്ളവും ചേർത്തിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട്. ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുഴുവൻ മല്ലി ഒരു 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1.5 ടേബിൾ സ്പൂൺ, ജീരകം 1.5 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1.5 ടീസ്പൂൺ, പച്ചരി 1.5 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ചേർക്കുന്നത് 2 തവണയായിട്ട് ഒരു 5-6 പേർക്ക് ഉണ്ടാക്കാനുള്ള അളവിലാണ് ഈ മസാല പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിന്റെ നിറം ഒന്ന് ലൈറ്റ്ലി ബ്രൗൺ ആവുന്നത് വരെ. ഇപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ പാകമായിട്ടുണ്ട്, നിറം മാറി വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് ഒരു നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പിരിയൻ മുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഒരു 6 എണ്ണം. ചെറുതായതുകൊണ്ടാണ് 6 എണ്ണം എടുത്തത്. എരിവിനനുസരിച്ച് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇതിന്റെ കൂടെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് ചൂടാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം മുളക് നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ നല്ല ചൂട് തോന്നുന്ന ആ പാകത്തിനെത്തുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങ ബ്രൗൺ ആക്കി എടുക്കൊന്നും വേണ്ട, അതിന്റെ പച്ചപ്പൊന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോ ആ സ്റ്റേജ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ പാത്രം അടുപ്പത്തൊന്നും മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് 1 ടേബിൾ സ്പൂൺ, ഉലുവമണികൾ 1/2 ടീസ്പൂൺ, ഇത്രയും ചേർക്കാം. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കാരമലൈസ് ആയിട്ട് തുടങ്ങുന്നത് വരെ. ശേഷം നമ്മൾ ഇതിലേക്ക് 3-4 വറ്റൽമുളക്, 1-2 തണ്ട് കറിവേപ്പില, കായത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് ഒരു 10-12 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് വഴറ്റാം. ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ പംകിൻ, മത്തനോ വെണ്ടയ്ക്കയോ അല്ലെങ്കിൽ ഇളവനോ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ തൽക്കാലം ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഞാനിവിടെ വഴറ്റുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്ത് വഴറ്റി കഴിഞ്ഞിട്ട് ഈ ഇത്രയും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. കഷ്ണങ്ങളിലേക്ക് അതിനുള്ളിലെ മസാലയൊക്കെ ഒന്ന് പുരണ്ട് വരുന്നത് പോലെ വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ പുളി വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടതാണ് ഇത്. ശേഷം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ലെവലാക്കി വെച്ചിട്ട് ആ ലെവലിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടപ്പടച്ച് ഒരേ ഒരു വിസിൽ, അത്ര മാത്രം മതി. പേടിക്കണ്ട, പുളിവെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു കലങ്ങി പോവില്ല. അപ്പോഴേക്കും നമ്മുടെ മസാല ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ തണുത്തിട്ടുണ്ട്. ഞാനതൊരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്കൊന്ന് പൾസ് മോഡിൽ പൊടിച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഉടഞ്ഞു കലങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ച മസാലയിൽ പകുതി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ബാക്കി പകുതി ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി കഴിഞ്ഞു, അടുത്ത തവണ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി. നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട്
നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പരിപ്പും കൂടെ ചേർത്ത് അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 കപ്പ് ചൂടുവെള്ളവും ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. ഇനി നിങ്ങൾ വീഗൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ പച്ചനെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും. പക്ഷെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ആഹാ, എന്താ മണം എന്നറിയോ ഈ സാമ്പാറിന്റെ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് വീട്ടിൽ വെച്ച് നോക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ്സിൽ തരണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.